ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ സമഗ്ര അന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഗൌരവമേറിയ സംഭവമാണ്, നടപടിയെടുക്കേണ്ട വിഷയമാണ് എന്നാണ് ഇന്നത്തെ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, മുൻ DGP ജേക്കബ് പുന്നൂസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. 4 പ്രധാന ജയിലുകളിൽ ഇന്റലിജൻസ് CCTVയും വൈദ്യുത വേലിയും പ്രവർത്തനക്ഷമമാക്കും. റോഷിപാൽ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് റോഷിപാൽ. സിസ്റ്റത്തിൽ പാളിച്ചയുണ്ട് എന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുകയല്ലേ? ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തോടെ ഇന്നത്തെ യോഗത്തിലെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എങ്ങനെയാണ്? സുജയ പാർവതി, സെൻട്രൽ ജയിലിൽ വലിയ വീഴ്ച സംഭവിച്ചു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ യോഗത്തിൽ സ്ഥിരീകരിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രസംഗം തുടങ്ങിയത് അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. കാരണം ഗോവിന്ദച്ചാമി ഇത്രയും സുരക്ഷിതമായ ജയിലിൽ നിന്നും എങ്ങനെ പുറത്തു ചാടിയെന്ന ചോദ്യമുണ്ട്. അവിടെയാണ് മുഖ്യമന്ത്രി വിമർശനത്തോടെ തന്നെ ഈ കാര്യം പറഞ്ഞത്. ഏതായാലും യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തു, തീരുമാനമെടുത്തു. അതിലൊന്ന്, സംസ്ഥാനത്ത് ഒരു പുതിയ സെൻട്രൽ ജയിൽ തുടങ്ങുക എന്നുള്ളതാണ്. അത് കോട്ടയത്തോ പത്തനംതിട്ടയിലോ സ്ഥലം കണ്ടെത്താനുള്ള നിർദ്ദേശം നൽകി. മറ്റൊന്ന്, നിലവിലെ പ്രധാനപ്പെട്ട ജയിലുകളിൽ ഫെൻസിങ്, വൈദ്യുതി ഫെൻസിങ് അത് എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാക്കണം. പലയിടങ്ങളിൽ അത് മുടങ്ങിക്കിടക്കുകയാണ്. കൃത്യമായി അതിൽ വൈദ്യുതി പ്രവഹിക്കുന്നില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിലടക്കം അത് സാധാരണ അവസ്ഥയിലേക്ക് മാറ്റണം. രണ്ടാമത്തേത്, CCTV ക്യാമറകൾ. പ്രധാനപ്പെട്ട 4 ജയിലുകളിൽ അത്യാധുനിക സംവിധാനത്തോടെയുള്ള CCTV സംവിധാനം സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അത് അത്യാധുനിക ക്യാമറകളായിരിക്കണം. സൂക്ഷ്മ ദൃശ്യങ്ങൾ പോലും ആ ക്യാമറകൾക്ക് പകർത്താൻ സാധിക്കണം. മറ്റൊന്ന് അന്വേഷണമാണ്. ഈ മുൻ പോലീസ് മേധാവി ജേക്കബ് പുന്നൂസും ഒപ്പം റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് CN രാമചന്ദ്രൻ അടക്കമുള്ളവർ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തും. നിലവിൽ 2 അന്വേഷണം നടക്കുന്നുണ്ട്. ഒന്ന് പോലീസിന്റെ അന്വേഷണമാണ്, രണ്ടാമത്തേത് ജയിൽ വകുപ്പിന്റെ അന്വേഷണമാണ്. ഈ 2 അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് കൈമാറാനുള്ള നിർദ്ദേശവും മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. വ്യക്തമാണ്. വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അങ്ങനെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം മുന്നിലുണ്ട് താനും.